എൻ്റെ പ്രവചനങ്ങളെല്ലാം കൃത്യമായതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ലീഗിന് 21-22 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾ വാട്സപ്പിൽ വന്ന കമൻറ്റ്, നിങ്ങൾക്കൊരു ജോലിസനായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാ കുവൈത്തിൽ പോയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നു. അതുപോലെ സന്ദീപ് വാര്യർ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ, പിഷാരടി ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ, സന്ദീപ് വാര്യർ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായ വിമർശനങ്ങളും ഇതുണ്ടായി. നമ്മളെ കൂട്ടുകാരിൽ നിന്ന്, നമ്മളെ കൂടെ ജോലിയിൽ നിന്നൊക്കെ ആളുകളിൽ നിന്ന് അവർ പറഞ്ഞു പകുതി മീശ അങ്ങ് പഠിച്ചു കളയും, എൻ്റെ ഒരു മാസം ശമ്പളം അങ്ങ് തന്നാളിയും. അങ്ങനെ സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ പാഠം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംസാരം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ വേണ്ടിയല്ല. മറിച്ച് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാം. ലീഗ് എന്ന് പറയുമ്പോൾ ഒരു മതസംഘടന മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ചില ആളുകൾ പറയും, ചില പണ്ഡിതൻ്റെ ചില ക്ലിപ്പുകൾ ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ്, ഈ ഇലക്ഷന് മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് ദുനിയാവ് ഉറക്കെ പിടിക്കണോ പരലോകം പിടിക്കണമെങ്കിൽ നിങ്ങൾ ലീഗിനെ ഉറക്കെ പിടിക്കണം. അതൊന്നുമല്ല, ഒരു കുന്തമല്ല. ലീഗ് എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅ ഞാൻ വിശ്വസിക്കുന്നില്ല. ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റുന്ന ഒരു മതസംഘടനയിൽപ്പെട്ട മതസംഘടന മാത്രമാണ്. അവർക്ക് തെറ്റുപറ്റാം, ശരിയും സംഭവിക്കാം. അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകാം, ശരിയുമാകാം. അത് മനുഷ്യർ എന്തൊക്കെയുണ്ടോ പോരായ്മകളുണ്ടോ അതൊക്കെ ഒരു സംഘടനക്ക്, ഏതൊരു സംഘടനക്ക് എന്തൊക്കെ പോരായ്മകളും നല്ല ഗുണങ്ങളുണ്ടോ അതൊക്കെ ലീഗിന് മാറി മറിഞ്ഞുണ്ടാകും. അത് ഏത് രാഷ്ട്രീയ സംഘടന നമ്മൾ വിശ്വസിക്കുമ്പോഴും അങ്ങനെ തന്നെ. കോൺഗ്രസ് ആകട്ടെ, മാർക്സിസ്റ്റ് ആകട്ടെ, അവർക്ക് പിന്നെ നല്ല നല്ല തീരുമാനങ്ങളെടുത്ത സംഭവങ്ങളുണ്ടാകും. ചില സംഭവത്തിൽ തെറ്റുപറ്റിയതുണ്ടാകും, ചില നേതാക്കന്മാർക്ക് തെറ്റുപറ്റിയുണ്ടാകും. അതുപോലെ ചില നേതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരിക്കലും തെറ്റുപറ്റില്ല, അവർ അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവർ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല, അവർ പച്ചയായ മനുഷ്യരാണ്. പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും തെറ്റുപറ്റും, അവർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. അത് എന്തിനു പറയുന്നത് വെച്ചാൽ, ചില ആളുകൾ എന്തെങ്കിലും ഒരു നേതാവിന് തെറ്റുപറ്റുമ്പോഴേക്കും, എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ അവർ ചെന്ന് ചാടുമ്പോഴേക്കും ചില ആളുകൾ പറയും അതങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറിച്ചാണ്, ചക്കയാണ്, മാങ്ങയാണ്. അല്ല, അവർ മനുഷ്യരാണോ, തെറ്റുപറ്റും. അതേപോലെ ചില നേതാക്കന്മാർ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി വെക്കരുത്. ഇപ്പോൾ വിജയിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. പറഞ്ഞപ്പോൾ ഭയങ്കര ആളുകൾ, ചില ആൾ പറഞ്ഞു 17 സീറ്റ് മാത്രമേ കിട്ടൂ, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇന്റർപോൾ റിപ്പോർട്ടിൻ്റെ അല്ല, ഒരു കുന്തമല്ല. അപ്പോൾ അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഈ റിപ്പോർട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ 100-ലധികം സീറ്റ് എന്തായാലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ തെറ്റുപറ്റും. അതുപോലെ ഏത് നേതാവ് നമ്മൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് സ്ഥാനം കൊണ്ടുപോയി വെക്കരുത്. നമ്മളടുത്ത ആളുകൾക്ക് മാത്രം നമ്മളെ വേദനിപ്പിക്കാൻ, നമ്മൾ ഹൃദയത്തിൽ എത്രമാത്രം ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നു, എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മളെ വേദനിക്കാൻ കഴിയൂ. അല്ലാതെ ബൈക്ക് പോകുന്ന ഒരാൾക്ക് നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വിജയം പരാജയം ഉണ്ടാവും ജീവിതത്തിൽ, കയറ്റം ഉറക്കം ഉണ്ടാവും ബിസിനസ്സിൽ എന്ന പോലെ ജീവിതത്തിൽ വിജയം പരാജയം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. നല്ലൊരു വാഹനം വാങ്ങി, നല്ലൊരു വീട് വെച്ച്, അത് നമുക്ക് സന്തോഷം സമാധാനം തരും. നല്ലൊരു പെൺകുട്ടി വിവാഹം ചെയ്തു, അതൊക്കെ ആദ്യകാലത്ത് ഭയങ്കര സന്തോഷം സമാധാനമൊക്കെ നൽകും. പക്ഷേ എത്ര കാലം? വളരെ കുറച്ച് കാലം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പാഠം എന്താണ്? അതൊക്കെ എന്നും ജീവിതത്തിൽ എല്ലാ ദിവസവും 360 ദിവസവും സന്തോഷം സമാധാനം തരില്ല. അതുപോലെ രാഷ്ട്രീയ സംഘടന അങ്ങനെ തന്നെ, ജീവിതത്തിൻ്റെ വിജയവും പരാജയം അങ്ങനെ തന്നെ, വിഷമവും പ്രയാസം അങ്ങനെ തന്നെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടി? നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി, നമ്മൾ സന്തോഷത്തോടെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി, നല്ല അറിവുകൾ സ്വായത്തമാക്കാൻ